ഇപ്പോൾ തൃശൂർ DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ തത്സമയം. ശ്രീ ജോസ് വള്ളൂർ, എത്രത്തോളം ഗുരുതരമായ ഒരു ക്രമക്കേടാണ് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി വോട്ടർ പട്ടികയിൽ നടന്നിട്ടുള്ളതെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ കരുതുന്നത്, ഉന്നയിക്കുന്നത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിൽ അതിന് മുന്നോടിയായി ഞങ്ങൾ ഈ വിഷയം വളരെ സീരിയസ് ആയി പരാതി കൊടുത്തിരുന്നതാണ്. ഒരുപാട് ബൂത്തുകളിൽ തൃശൂർ പാർലമെന്റിന് പുറത്തുള്ള വടക്കാഞ്ചേരി, ചേലക്കര, കുന്നംകുളം, അതുപോലെ ചാലക്കുടി, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ഈ 6 നിയോജക മണ്ഡലങ്ങളിലെ BJPയുടെ ഒരുപാട് കള്ള വോട്ടുകൾ തൃശൂർ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് ചേർത്തിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അയ്യന്തോള് തൃശൂർ കോർപ്പറേഷനിലെ 39ാം ബൂത്തിൽ 79 വോട്ട് ഞങ്ങൾ കണ്ടെത്തി. ആ 79 വോട്ടിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തപ്പോ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് 79 പേർക്കും വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ തൊട്ടപ്പുറത്തെ 36ാം ബൂത്തിൽ ഇതുപോലെ തന്നെ 109 വോട്ടുകൾ ഞങ്ങൾ കണ്ടെത്തി. അതിന് പരാതി കൊടുത്തപ്പോൾ ആ പരാതി കേൾക്കാനോ ആ പരാതിയിൽ പറയുന്ന കള്ള വോട്ടർമാരെ ഒഴിവാക്കാനോ കളക്ടറോ ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. അവരൊക്കെ വോട്ട് ചെയ്തു. അപ്പോൾ തൃശൂർ ജില്ലയിലെ 1275 ബൂത്തുകളാണ് തൃശൂർ പാർലമെന്റിനകത്തുള്ളത്. അതായത് ഓരോ ബൂത്തിലെയും കാര്യങ്ങൾ, കണക്കുകൾ അങ്ങ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വ്യാജ വോട്ടർമാരുടെ എണ്ണം ഒരുപാടായിരിക്കും അല്ലേ? വ്യാപകമായി വ്യാജ വോട്ടർമാരെ ചേർത്തിയാണ് BJP ജയിച്ചത് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ, റിസൾട്ട് വരുന്നേക്കാൾ മുമ്പേ തന്നെ, പോളിംഗിന് മുമ്പേ തന്നെ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നതാണ്. വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടുത്ത് സംബന്ധിച്ച് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. അന്ന് ആ പരാതി മുഖവിലയ്ക്കെടുക്കാൻ ആരും തയ്യാറായില്ല. ബന്ധപ്പെട്ടവർ ആരും തയ്യാറായില്ല. ആധികാരികമായി ഇതിന്റെ തെളിവുകൾ സഹിതം ഞങ്ങൾ പരാതി കൊടുത്തതാണ്. അന്ന് ബന്ധപ്പെട്ട കളക്ടറെ BJPയുടെ നേതാക്കന്മാര്, ഹൈ ലെവൽ നേതാക്കന്മാര് വിളിച്ചതും സംസാരിച്ചതൊക്കെയുമായി ബന്ധപ്പെട്ട വിവാദം അന്ന് കേട്ടിരുന്നു. അപ്പൊ അതും ഇതും ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. BJP ജയിച്ചത്, സുരേഷ് ഗോപി ജയിച്ചത് കള്ള വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യം അട്ടിമറിച്ചാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അല്ല, അങ്ങനെ ഒരു കൃത്യമായ തെളിവുകൾ അടക്കം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചില്ല? ഞങ്ങൾ കോടതിയെ സമീപിക്കുന്നതിന് മുമ്പായി ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ ഇത് നിർത്തിവെക്കാൻ അധികാരമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധപ്പെട്ട ഒരു കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞു. സ്വാഭാവികമായും കള്ളവോട്ട് ചെയ്തു കഴിഞ്ഞു. വ്യാപകമായി കള്ളവോട്ട് ചെയ്തു കഴിഞ്ഞു ഒരു സാഹചര്യത്തില് ഞങ്ങൾ പരാതിയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രോസസ്സ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്ദി.